ഓൾ കേരള പെയിന്റേഴ്സ് ആൻഡ് പോളിഷേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം ഒക്ടോബർ 11-12 തീയതികളിൽ കായംകുളത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ജില്ലാ സമ്മേളനങ്ങൾ തുടരുകയാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. മലപ്പുറം ജില്ലാ സമ്മേളനം പേങ്ങാട് നടന്നു. ഓൾ കേരള പെയിന്റേഴ്സ് ആൻഡ് പോളിഷേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം ഒക്ടോബർ 11-12 തീയതികളിൽ കായംകുളത്ത് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. പെയിന്റിംഗ്, പോളിഷിംഗ് മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ പ്രതിസന്ധികൾ പരിഹരിക്കണമെന്ന് സമ്മേളനത്തിൽ ആവശ്യമുന്നയിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ പെയിന്റിംഗ് മേഖലയിലെ തൊഴിലാളികളുടെ ജീവിതം ദുസ്സഹമാക്കുന്നു. അന്യസംസ്ഥാന തൊഴിലാളികളുടെ കടന്നുകയറ്റവും കുത്തക കോർപ്പറേറ്റ് കമ്പനികളുടെ കടന്നുകയറ്റവും ഈ മേഖലയിലെ തൊഴിലാളികളുടെ തൊഴിലില്ലായ്മ രൂക്ഷമാക്കുന്നുവെന്നും ഭാരവാഹികൾ പറഞ്ഞു. ജില്ലാ സമ്മേളനങ്ങൾ തുടരുകയാണെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി മലപ്പുറം ജില്ലാ സമ്മേളനം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു. AKPA സംസ്ഥാന പ്രസിഡന്റ് സന്തോഷ് പള്ളിക്കൽ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സുനിൽ കായംകുളം മുഖ്യപ്രഭാഷണം നടത്തി. പൊതുസമ്മേളനം ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് വാബുവിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഗർ പെരിങ്ങാല ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്ത് എല്ലായിടത്തും ഒരാൾക്ക് പണി ചെയ്യാൻ അവകാശം ഉണ്ടെങ്കിൽ പോലും നമ്മുടെ നാട്ടിലുള്ളവർക്ക് മുൻഗണന കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. ആ എത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ 1000 രൂപയ്ക്ക് അന്യസംസ്ഥാന തൊഴിലാളി ജോലി ചെയ്താൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ മാർക്കറ്റിൽ ആ പണം ചെലവാകുന്നില്ല എന്നുള്ളതാണ്. ആഴ്ചയിലോ 2 ദിവസം ഇരിക്കുമ്പോഴോ അവരുടെ ഒരു സെറ്റ് ആൾക്കാരുടെ വേതനം അവർ കളക്ട് ചെയ്ത് ഒന്നിച്ച് CDMA വഴിയോ ബാങ്ക് വഴിയോ അവരുടെ സംസ്ഥാനങ്ങളിലേക്ക് ആ പണം പോവുകയാണ്. കോടിക്കണക്കിന് രൂപ അങ്ങനെ നമ്മുടെ സംസ്ഥാനം വിട്ട് ഇതര സംസ്ഥാനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്യസംസ്ഥാന തൊഴിലാളിയെ സംബന്ധിച്ച് അവൻ റേഷൻ കടയിൽ നിന്നും കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കുറഞ്ഞ അരി നമ്മുടെ മാർക്കറ്റിൽ നിന്ന് എടുക്കുന്നുണ്ട്. കറി വെച്ച് കഴിക്കാനുള്ള മീൻ പോലും അവർ കാശ് കൊടുത്ത് മേടിക്കാത്ത സാഹചര്യമാണ്. ഞാൻ എൻ്റെ നാട്ടിൽ കാണുന്നതാണ്. അവൻ വൈകിട്ട് പണിയും കഴിഞ്ഞ് വന്ന് ചൂണ്ടയുമായിട്ട് വന്നതാണ്. ചൂണ്ടയിട്ട് ആട്ടിൻ്റെ തോട്ടിലും ഒക്കെ ചെന്ന് ചൂണ്ടയിട്ട് മീൻ പിടിച്ച് അത് കൊണ്ടിട്ടാണ് കറി വെച്ച് കഴിക്കുന്നത്. അവര് മീൻ വിൽക്കുന്നത് വരെ ഇപ്പം അന്യസംസ്ഥാന തൊഴിലാളികളാണ്. വലിയ മീനുകൾ അവർ തന്നെ കട്ട് ചെയ്ത് മീൻ വിൽക്കുന്ന സാഹചര്യമാണ്. ഞങ്ങളുടെ കായംകുളം മാർക്കറ്റിലൊക്കെ ഇപ്പം മറ്റേ 4 വീൽ വണ്ടിയിൽ ആൾക്കാർ പച്ചക്കറിയുമായി പോകുമായിരുന്നു. ഓരോ കടകളിൽ നിന്നും പച്ചക്കറി എടുത്തിട്ട് അവര് 4 വീൽ വണ്ടിയിൽ വെച്ചിട്ട് കച്ചവടക്കാരില്ല. ഏതോ ഒരു ഇന്ത്യക്കാരൻ വന്നിട്ട് ഇങ്ങനെ അന്യസംസ്ഥാന തൊഴിലാളികളെ കൊണ്ടുവന്ന് അവിടെ വെക്കിട്ട് ഈ കടകളുമായി ധാരണ എത്തിയിട്ട് ഈ ഹിന്ദിക്കാരാണ് ഇപ്പോൾ ഈ പച്ചക്കറികളുമായി പോകുന്നത്. അവർക്കിപ്പോൾ മയക്ക് വെച്ചിരിക്കുന്നത് അത് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് അത് ഇങ്ങനെ തള്ളിക്കൊണ്ട് പോകും, കേൾക്കുന്നവർ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ മേഖലയിൽ പോലും അന്യസംസ്ഥാന 1100 സംസ്ഥാന കൺവീനർ സലിം മുക്കം മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി ഷറഫുദ്ദീൻ സ്വാഗതം പറഞ്ഞു. സംസ്ഥാന ഉപഭാരവാഹികളായ സാദിഖ് മൂപ്പൻ, സുനിൽ കായംകുളം, ദീപു വള്ളിക്കുന്ന്, ഷിബു പാളയോട്, ശ്യാംകുമാർ, വിജു വാലത്തറ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ മലപ്പുറം ജില്ലാ ഭാരവാഹികളായി മുഹമ്മദ് ബാബുവിനെ പ്രസിഡന്റായും ഷറഫുദ്ദീനെ സെക്രട്ടറിയായും ജലീൽ ബാബ്ജിയോറിനെ ട്രഷററായും കൃഷ്ണചന്ദ്രനെ കൺവീനറായും തെരഞ്ഞെടുത്തുവെന്നും ഭാരവാഹികൾ കായംകുളത്ത് അറിയിച്ചു. CDNet ന്യൂസ് കായംകുളം.